പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം തീർച്ചയായിട്ടും അതിനുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അത്. ഐ തിങ്ക് ഈ ഒരു മൂവിയില് ഇമോഷണലി ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് വിഷ്ണു ചേട്ടൻ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നിരുന്നോ? എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്തതാണ്. കാരണം വഴിപാട് നോക്കൊന്നുമില്ലാതെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് സ്വാഭാവിക ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് നാരേഷൻ ഇതിൽ തന്നാണ്. അപ്പൊ എനിക്ക് ആദ്യം ഈ കഥാപാത്രം എന്താണെന്നും അല്ലെങ്കിൽ ഈ കഥാപാത്രം എങ്ങനെ ചെയ്യണം എന്നുള്ള സംഭവത്തേക്കായി കൊടുത്തിട്ട് ഹോൾ പാക്കേജ് കേൾക്കുമ്പോൾ ഇതില് ഓക്കെ ഇത് എന്താണെങ്കിലും വിളിച്ചോളൂ, നമുക്ക് വർക്ക് ചെയ്യാം എന്ന് തോന്നുന്ന ഇതായിരുന്നു. പിന്നെ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു വർക്ക് ചെയ്യാൻ. എന്റെ കഥാപാത്രം അഭിനേതാവ് ഭയങ്കര കരിയാണെങ്കിൽ പുറത്ത് ഭയങ്കര ഫണ്ണായിരുന്നു. ഫിലിമും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എസ്പെഷ്യലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക് ഷാനിക്ക അതൊക്കെ. കാരണം ഞാൻ ഐ മീൻ നമ്മള് ആസ് എ മ്യൂസിക്കിലൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഭയങ്കര ടൈമിങ് ഉള്ള ഭയങ്കര രസമുള്ള ആക്ടിങ് ആയിരുന്നു. പിന്നെ ബേസില് പിന്നെ തോട്ടക്കുട്ടിനെ ഏറ്റവും കൂടുതൽ മിസ്സായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മള് തിയേറ്ററിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ തിയേറ്ററിലെ ആളുകൾ തോട്ടക്കുട്ടനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റിയില്ല. അപ്പൊ പക്ഷെ നമ്മൾ ഇവിടുന്ന് ആളുകളുടെ റെസ്പോൺസ് പരമാവധി വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ടൊവിയുടെ സോഫാറുള്ള ഒരുപാട് നമ്മൾ ഓർത്തു വെക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളിൽ ഒന്ന് തോട്ടക്കുട്ടൻ തന്നെ. അപ്പൊ കാരണം എനിക്ക് ഭയങ്കര ടഫാണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു മാസ് മൊമെന്റ് ഉണ്ടാവണം, ജോക്സ് എല്ലാം ലാൻഡ് ചെയ്യണം. ഏറ്റവും അവസാനം അയാളോട് നമുക്ക് പാവം തോന്നണം, എമ്പതി തോന്നണം. അപ്പൊ ഇത്രയും റൈഡ് ക്ലാസ് ആക്ടർ അടിപൊളിയായിട്ട് അത് കൺഗ്രാറ്റ്സ്.